Hey, good morning. Morning. Changed my voice for Christmas. ക്രിസ്മസിന് വേണ്ടിയിട്ട് എന്റെ സ്വരം മാറ്റിയതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. I don't have to wear a different color, so I thought you'd change the voice. വേറെ കളർ ഡ്രസ് വേറെ ആണെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഞാൻ എന്റെ സ്വരം മാറ്റിയതായിട്ട്. So, this is a season where you hear a lot of verses related to Christmas. So I thought we'll dwell on some of the verses that we take during Christmas. Isaiah chapter 9. ക്രിസ്മസിനോടനുബന്ധിച്ച് പല വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിലെ ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം Isaiah 9 verse 6 to 7. 6 മുതൽ 7 വരെയുള്ള വാക്യം. For unto us a child is born, unto us a son is given, and the government will be upon his shoulders, and he will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Of the increase of his government and peace there will be no end. He will reign on the throne of David, and over his kingdom to establish and sustain it with justice and righteousness from that time and forevermore. The zeal of the Lord of hosts will accomplish this. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടുന്നു. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാവുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. Father God, we come before you, Lord. We pray that as we look into your word, Lord, we once again pray, Lord. Holy Spirit, we pray for your guidance to let us hear the word you want us to hear, to apply in our lives, Lord. In Jesus Christ's precious name we pray. Amen. Now, every year when Christmas is coming, we can see in the hospitals, especially if you have Christian hospitals, see all the lights and everything coming up, and everybody is very joyful. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസിന്റെ ഈ സീസണിൽ വരുമ്പോൾ എല്ലായിടത്തും, എസ്പെഷ്യലി ആശുപത്രികളിലൊക്കെ നമുക്ക് കാണാം ഒത്തിരി വർണ്ണാഭമായ ലൈറ്റ്സുകളും എല്ലാം ഉണ്ടാവും. ഒത്തിരി സന്തോഷത്തിന്റെ നാളുകളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. So everybody is very happy and singing and joyful, and എല്ലാവരും സന്തോഷത്തിലായിരുന്നു, എല്ലാവരും പാട്ടുകൾ പാടുന്നു. വളരെ സന്തോഷത്തിന്റെ നാളുകളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. And then when the new year comes and all the lights and everything comes down, everybody's light also comes down. പുതുവർഷത്തിനോടനുബന്ധിച്ച് ലൈറ്റുകളെല്ലാം അണയ്ക്കുമ്പോൾ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെയും ലൈറ്റുകളും അതോടൊപ്പം തന്നെ അണയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. But that is not the joy and peace that Jesus came to give us. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അങ്ങനെയുള്ള ഒരു സന്തോഷവും അങ്ങനെയുള്ള ഒരു ആനന്ദവും തരുവാനായിട്ടല്ല. And that is not what Isaiah was also prophesying. യെശയ്യാവ് ഇവിടെ പ്രവചിക്കുന്നതും അങ്ങനെയുള്ള ഒരു സന്തോഷത്തെ കുറിച്ചല്ല. In verse 2 it says, people walking in darkness have seen a great light. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. And those living in the land of shadow of death, a light has dawned. മരണ നിഴലിന്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. And it says, verse 3, you have enlarged the nation and increased its joy. അവിടുന്ന് ജനതയെ പെരുക്കുന്നു, അവരുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നു. And the people rejoice before you. അവർ അവിടുത്തെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും. So Isaiah is looking forward to a time when the Messiah, when Christ will come, and there's going to be so much joy and rejoicing in people who were previously in darkness. പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നത് മശീഹ വരുമ്പോൾ ഇരുട്ടിൽ നടന്ന ജനം ആ വെളിച്ചം കണ്ട അവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. And as we look into this passage, we see verse 6 starts by saying, for unto us a child is born, unto us a son is given. ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. No, it is unto us. Unto us is
it is a personal experience unto us. നമുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് എന്നതിനെ അവിടെ കുറിക്കുന്നു. It is something that has happened, on a universal scale, that Christ has come into the world, but it is a personal experience for each one of us. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ശിശുവിനെ നൽകപ്പെട്ടിരിക്കുന്നത് എങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് സ്വന്തമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രവാചകനോട് പറയുന്നത്. In 1 Timothy 1:15, Paul says it's a trustworthy saying that Christ came into this world to save sinners, of whom I am chief. 1 തിമോത്തിയോസ് 1:15 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഒന്നാമൻ ഞാൻ തന്നെ എന്നാണ് പറയുന്നത്. So Paul is saying this is the gospel. This is God's great plan that Christ has come into the world, but it's become personal, of which I am the worst sinner. പൗലോസ് ഇവിടെ പറയുന്നത് ഇതാണ് സദ്വർത്തമാനം, ഇതാണ് ലോകമെമ്പാടും പ്രചരിപ്പിക്കേണ്ട സദ്വർത്തമാനം. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അവിടെ പൗലോസ് അവിടെ പറയുന്നത്. So it's something that has happened globally, but we need to personalize everything what God has done to our own life. ലോകമെമ്പാടും നടന്ന ഒരു കാര്യമാണിത് എങ്കിൽ പോലും എന്റെ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. Unto us a child is born. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. This child is referring to Jesus, and Jesus coming to this earth, in taking on the form of humanity. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും മനുഷ്യ അവതാരം എടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. We always take this portion from Philippians chapter 2 verse 6 and 7, where we say, let this attitude be in you, which was in Christ Jesus, who being in the form of God did not consider equality with God something to be grasped, but he emptied himself, took upon himself the form of a servant, becoming the form of a man. So we see, he did not take that privilege. Oh, I'm God. I'm God. This is my privilege. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ശൂന്യമാക്കി ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. യേശു അവിടെ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ അവിടെ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. And when he came, so he emptied himself of his glory, honor, still being in the form of God, he took on the form of man as well. തന്നെത്താൻ ശൂന്യമാക്കി എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ സകലവിധ മഹത്വവും ത്യജിച്ച് മനുഷ്യ അവതാരമായിട്ട് വന്ന കാര്യമാണ് അവിടെ പറയുന്നത്. So he's 100% God and he's 100% man. 100% ദൈവവും 100% മനുഷ്യനും ആയിരുന്നു യേശു. So what does that make Jesus? That makes Jesus the perfect mediator for us. അതുകൊണ്ടാണ് യേശു യഥാർത്ഥമായിട്ടുള്ള മധ്യസ്ഥൻ ആയി തീർന്നത്. It's like we always use this example. God, it's Jesus entered our dimensions which we can understand. യേശു നമ്മളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്നത് നമുക്ക് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. Now, if you take, I always use the example, if you use a two-dimensional object, say you have a two-dimensional rectangle, that two-dimensional object can only appreciate other two-dimensional objects. ഒരു റെക്ടാങ്കിൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് 2 ഡയമെൻഷൻസേ ഉള്ളൂ. അതിന് വേറെ ബാക്കിയുള്ള ഡയമെൻഷൻസ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. So you bring a cuboid, that 2-dimension cannot comprehend the cuboid. റെക്ടാങ്കിളിന്റെ അടുത്ത് ഒരു ക്യൂബോയിഡിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് 3 ഡയമെൻഷൻ ഉള്ളത് കാരണം ഈ റെക്ടാങ്കിളിൽ അത് മനസ്സിലാക്കുന്നില്ല. I hope you have not forgotten your geometry. Like say if you have a paper can maybe understand another paper,
but he can't understand this book. ഒരു പേപ്പറിനെ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ, ഒരു ബുക്കിനെ അതിന് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന പോലെ. But Jesus, he came, he is God, but he's also this surface one paper which the other paper can relate to. യഹോവയായ ദൈവമായിരിക്കെ ഒരു മാനുഷിക മുഖവുമുണ്ട്, അത് മനുഷ്യന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്. So he's the form of God and he takes on the form of humanity so that he can relate to us. ദൈവമായിരിക്കെ ദൈവം മനുഷ്യനായി തീർന്നു, മനുഷ്യന് മനസ്സിലാകുവാനായിട്ട്. That's why it says that he became Emmanuel, God with us. That's when Jesus came, it was Emmanuel, God with us, relating with people, and people were like, we have never seen or heard anything like this. യേശു ഇമ്മാനുവൽ, യഹോവ നമ്മോട് കൂടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. മനുഷ്യനായി തീർന്നപ്പോൾ, ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ നമ്മോട് കൂടെ ആയിരിക്കുന്നതിനാൽ അത് മനുഷ്യന് മനസ്സിലാകുവാൻ ഇത്ര പ്രയാസമുള്ള കാര്യമാണ്. It says when he took on that human form, he emptied himself, and then in his humanity he had to learn things like obedience. It says the Son learned obedience. ഈ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ശൂന്യമാക്കിയപ്പോൾ മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു അനുസരണം. Unto us a child is born. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. Unto us a son is given. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. He has been given to us. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. We need to understand that as we were worshiping today morning, that God the Father gave us Jesus. പിതാവായ ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് ആരാധിച്ചപ്പോൾ ചിന്തിച്ചു. We were hearing we were objects of wrath. We are objects of God's wrath, and to the objects of God's wrath God gave his most beloved. പ്രകൃതിയ ദൈവത്തിന്റെ കോപത്തിന്റെ മക്കളായിരുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടിയിട്ട് നൽകിയത്. Is that possible for us to do, to give somebody something we value the most to someone who has hurt us and who has made us angry? Can we do that? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഒരാൾക്ക് കൊടുക്കുവാനായിട്ട് നാം എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? But this is the nature of a loving God, that to objects of wrath, he gives what was most precious, the darling of heaven crucified, most beloved. പക്ഷെ ഇതാണ് യഹോവയായ ദൈവം ചെയ്തത്. പ്രകൃതിയ നമ്മളെല്ലാവരും കോപത്തിന്റെ മക്കളായിരുന്ന നമ്മൾക്ക് വേണ്ടിയിട്ട്, ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടിയിട്ട് നൽകി. And the same God is calling us now to be his sons and daughters. ഇതേ ദൈവം നമ്മളെ ഓരോരുത്തരെയും തന്റെ മകനും മകളും ആകുവാനായിട്ട് നമ്മളെ വിളിക്കുകയാണ്. And then we read on, it says, and the government will be upon his shoulders. ആറാമത്തെ വാക്യത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. The prophetic books go to great extent to show that the Messiah will reign on earth. പ്രവാചകരുടെ പുസ്തകങ്ങളിൽ അനേകം സ്ഥലങ്ങളിൽ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, മശിഹ തന്റെ രാജ്യത്വം സ്ഥാപിക്കും, ഈ ഭൂമിയിൽ തന്റെ രാജ്യത്വം സ്ഥാപിക്കും എന്ന്. You take Isaiah, you take Micah, you take Zechariah, you take all these prophecies. They say that the Messiah will come again, and he will reign physically on the throne of David. യെശയ്യാവിന്റെ പുസ്തകത്തിലായാലും മീഖയുടെ പുസ്തകത്തിലാണെങ്കിലും സെഖരിയാവിന്റെ പുസ്തകത്തിലാണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, മശിഹ വന്ന് ഈ ലോകത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും എന്നുള്ളത്. There's when we talk about interpretation of prophecy, there's always this debate: should we interpret it literally or do we take it symbolically? പ്രവചനങ്ങൾ നാം ഉദ്ധരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അത് കറക്റ്റ് ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കണോ, അതോ അത്
സിമ്പിൾസ് ആയിട്ടാണ്, അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് എന്ന് ചിന്തിക്കണോ എന്നുള്ളത്. But at least one thing is certain: when you're interpreting one book of prophecy, at least in that book, it should follow the same pattern. ഒരു ബുക്കില്, ഒരു പ്രവചനത്തിൽ, ഒരു പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരേ പാറ്റേൺ, ഒരേ കാര്യം, ഒരേ രീതിയിലായിരിക്കണം അത് നോക്കണം എന്നുള്ളത് എന്ന് നാം ഓർക്കണം. For example, if you take Isaiah 53, when Jesus talks about Jesus, the suffering Messiah, do we take that literally? ഉദാഹരണത്തിന് യെശയ്യാ പ്രവചന പുസ്തകം 53-ാമത്തെ അധ്യായത്തില് യേശു കഷ്ടം സഹിക്കേണ്ട ആ ഭാഗം വരുമ്പോൾ നമ്മളത് യഥാർത്ഥമായിട്ട് അങ്ങനെയാണ് സംഭവിച്ചതെന്നാണോ വിചാരിക്കുന്നത്, അതോ എക്സാമ്പിൾ ആയിട്ടാണോ വിചാരിക്കുന്നത്? Take it literally. He was pierced for our transgression. He was take it literally. Right? It was not that he was spiritually pierced. He was not. No. അപ്പൊ അത് യഥാർത്ഥമായിട്ട് സംഭവിച്ച കാര്യമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഒരു ഉദാഹരണമായിട്ടല്ല നമ്മൾ അതിനെ കാണുന്നത്. If that is so, then everything in the scripture, that book has to be taken literally. You can't say, okay, this we will take literally, or the other one maybe. It has to follow a pattern, which otherwise Isaiah would be an extremely confusing book to the readers. He's writing to the Jewish readers. It will be extremely confusing to say that all the punishment that God is going to give to you, God is going to punish you, God is going to throw you here, there, beat you up, and but all those promises actually is not for you, it's for somebody else. അപ്പോൾ യെശയ്യാവിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയയിൽ പോയില്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചിലയിടത്ത് അത് ഉദാഹരണമായിട്ടും ചിലയിടത്ത് അത് യഥാർത്ഥമായിട്ടുമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. നമ്മൾക്ക് ഈ ലഭിച്ചിരിക്കുന്ന ശിക്ഷകളെല്ലാം യഥാർത്ഥമായിട്ടുള്ളതും പ്രോമിസസ് എല്ലാം ഉദാഹരണമായിട്ട് വേറൊരാൾക്കുള്ളതാണ് എങ്കിൽ എങ്ങനെയിരിക്കും? Yeah, but it's a sad thing that the nation Israel did not understand that. They did not understand the prophecy. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനതയ്ക്ക് ആ പ്രവചനം എന്തായിരുന്നു എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. But when we read Romans, when we read Paul, he talks about the time when they will come back as a nation. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ അവര് ഇസ്രായേലിനെ തിരികെ ഒരു രാജ്യമായിട്ട് വരുന്ന കാര്യം അവിടെ പറയുന്നു. Zechariah talks about the time when they will see the one that they have pierced and they will turn. സെഖര്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നെ കുത്തിയവർ അവനെ കാണും, എന്നിട്ട് അവനിലേക്ക് തിരിയും എന്ന് നമ്മൾ വായിക്കുന്നു. But today we have the privilege. God has given us a privilege to be part of his covenant. എന്നാൽ നമുക്ക് ഈ കാലഘട്ടത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും തന്റെ ആ നിയമത്തിലേക്ക്, പുതിയ നിയമത്തിലേക്കുള്ള അംഗത്വം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നു. Broken down the dividing walls. എല്ലാ രീതിയിലുള്ള മതിലുകളെല്ലാം തകർത്തിരിക്കുന്നു. As Paul said, God commands everywhere, every people to turn to him, to repent. This is a call to everyone in every nation. പൗലോസ് പറയുന്നത് പോലെ എല്ലാ രാജ്യത്തിലുള്ള എല്ലാ ജനതയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളത്. And when Jesus comes to reign again, there will be peace. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും തന്റെ രാജ്യത്വം സ്ഥാപിക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും എന്നാണ് നമ്മൾ കാണുന്നത്. The Prince of Jerusalem is a hot topic today. യെരുശലേമിന്റെ സമാധാനം എന്നുള്ളത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം. In Luke chapter 9 verse 42, Jesus told the Israelites in Jerusalem. He came to Jerusalem. Oh Jerusalem, if only you knew what would make for peace. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിലെ 42-ാമത്തെ വാക്യത്തിൽ 9 verse 42. I think the reference is if only you knew what would make for peace,
യേശു അവിടെ പറയുന്നത് but now it is hidden from you. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് മറവായിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. Now, basically, he was saying is that they 1942. Okay. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 42-ാമത്തെ വാക്യം. I missed the one. ഈ ദിവസമെങ്കിലും നിനക്ക് സമാധാനം ലഭിക്കുന്നത് എങ്ങനെയെന്ന് നീ അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു, എന്നാൽ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. You know, it's only when Christ is recognized as Lord, as King and Lord, that there will be peace in Jerusalem. എപ്പോഴാണോ കർത്താവായ ക്രിസ്തു രാജാവും കർത്താവുമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്, അപ്പോൾ മാത്രമേ യെരൂശലേമിന് സമാധാനം ഉണ്ടാകുകയുള്ളൂ. There will come a time when it looks like there is apparent peace, when somebody will come and say and broker deals and make peace, but beware, if it's not Christ, it's the Antichrist before Christ. ശ്രദ്ധയോടെ ഇരിക്കേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, യെരൂശലേമിൽ ഇസ്രായേലിൽ സമാധാനത്തിന്റെ ചർച്ചകളെല്ലാം വരും. അവിടെ ക്രിസ്തു അല്ല ആ സമാധാനം കൊണ്ടുവരുന്നതെങ്കിൽ അത് അന്തിക്രിസ്തു ആയിരിക്കും എന്നുള്ള കാര്യം നാം ഓർക്കണം. No, but there is going to be a time, one day every knee will bow, every tongue will confess that Jesus Christ is Lord. എന്നാൽ ഒരു സമയം വരും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും വാഴ്ത്തുന്ന ഒരു സമയം വരും, അതായത് യേശു മാത്രം കർത്താവാണ്. These are the lines of a word also. You know, one day every tongue will confess, one day every knee will bow. And what does the next line say? Jesus Christ. Yeah, this is the other song. Come now is the time to worship. Still the greatest treasure remains for those who gladly choose you now. One day every tongue will bow and confess you're wrong. Still the greatest treasure remains for those who gladly choose you now. ഒരു പാട്ടിൽ പറയുന്നത്, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും വാഴ്ത്തിടും, യേശു മാത്രം കർത്താവെന്ന്. എന്നാൽ ഇപ്പോൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത്. You know, making Christ your King, your Lord now, is the greatest treasure, the greatest joy that we can do today. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രാജാവും കർത്താവും ആക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും ആനന്ദം നമുക്ക് ലഭിക്കുന്നത് അതിലൂടെയാണ്. And there are these 4 titles that we see of Jesus. These are experienced by those who make Jesus the King of their lives. യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ രാജാവായിട്ട് അംഗീകരിക്കുന്നവർക്ക് 4 കാര്യങ്ങളാണ് അവിടെ ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നത്. Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. And I'll just briefly talk about these 4 terms, about how when Jesus is the Lord of our lives, these become very personal to us. യേശു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവാകുമ്പോൾ ഈ 4 പദങ്ങൾ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അത് വാസ്തവമാകും എന്ന് നമുക്ക് നോക്കാം. First is Wonderful Counselor. ആദ്യമായിട്ട് അത്ഭുത മന്ത്രി. You know, we read in the epistles, the letters, that Jesus is the wisdom of God. ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശു ദൈവത്തിന്റെ പരിജ്ഞാനമാണ് എന്നാണ്. And through Christ we are invited into the wisdom of the triune God. ക്രിസ്തുവിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഈ ത്രിയേക ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കപ്പെടുകയാണ്. So when we make Christ the King of our hearts, you know, it's only natural that we seek his counsel. നമ്മളുടെ ഹൃദയത്തിന്റെ രാജാവായിട്ട് ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്റെ ബുദ്ധി അല്ലെങ്കിൽ തന്റെ ആ പരിജ്ഞാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. John 10:27 says, "My sheep listen to my voice." എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. So that's
what Jesus expects of us is that we are those, his sheep, who are listening to his voice. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. തന്റെ ആടുകളായ നാം ഓരോരുത്തരും തന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുക, കേൾക്കുക എന്നുള്ളത്. So how do we get the counsel of God? എപ്രകാരമാണ് ദൈവത്തിന്റെ ആ പരിജ്ഞാനം, ആ ബുദ്ധി നമുക്ക് ലഭിക്കുന്നത്? We get the counsel of God, primarily we get it through his word. ദൈവവചനത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ദൈവത്തിന്റെ ഈ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. It's sad that today not many churches are teaching the word of God, the counsel that is there in God's word. ദൈവവചനത്തിലുള്ള ഈ ബുദ്ധി, ഈ പരിജ്ഞാനം പല സഭകളിലും ഇന്ന് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ വാസ്തവം. And many believers don't have the time to sit and study God's word. പല വിശ്വാസികൾക്കും ദൈവവചനം തനിയെ ഇരുന്ന് പഠിക്കുവാനുള്ള സമയവും സാവകാശവും ഇല്ല എന്നുള്ളതാണ് സത്യം. It's like doctors today are very busy. ഡോക്ടർമാർ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. They don't have much time to read on their or update themselves. തങ്ങളുടെ ഡോക്ടേഴ്സിന് അവരുടെ വിഷയങ്ങളെ കുറിച്ച് തന്നെ പഠിക്കുവാനോ വായിക്കുവാനോ സമയമില്ല. So most of the education comes from medical reps. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിൽ നിന്നാണ് കൂടുതലും ബുദ്ധി പരിജ്ഞാനങ്ങളും എല്ലാം വരുന്നത്. Medical rep will come and medical rep is trying to sell his product. He'll say, this is the new product, this is the most ultimate product. There is no side effect, the 200% effect, and it's the best thing. And doctor will be, oh, no. Then they'll write something and oh, no, then the product is. ഈ റെപ്രസെന്റേറ്റീവ്സ് തങ്ങളുടെ മരുന്നുകൾ ഡോക്ടർമാർക്ക് വിൽക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഈ മരുന്നിന് കുഴപ്പങ്ങളൊന്നുമില്ല, സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ അത് വിശ്വസിച്ച് അത് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. There's a doctor but who reads up the stuff. Then medical reps don't go near that, they'll just scared, we go there because they'll get blasted. They'll say, what about to study that study and all, then finally they'll stay away, from that doctor. എന്നാൽ നന്നായിട്ട് പരിജ്ഞാനമുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് ഈ റെപ്രസെന്റേറ്റീവ്സിന് പോകുന്നതായിരിക്കും. അപ്പോൾ തിരിച്ചങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്കൊന്നും പറയാനില്ലാണ്ട് വരുമ്പോൾ അവർ പിന്നെ അങ്ങോട്ട് ആ ഡോക്ടറിന്റെ അടുത്ത് പോവുകയില്ലായിരിക്കും. But the other doctors don't know anything, and then they'll give some incentives. You write this, you will get this much more, and and so that's how things get written. എന്നാൽ അധികം പരിജ്ഞാനമില്ലാത്ത ഒരു ഡോക്ടറിന്റെ അടുത്ത് ഈ റെപ്രസെന്റേറ്റീവ്സ് ചെല്ലുമ്പോൾ കുറച്ച് ഗിഫ്റ്റ്സും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ആ മരുന്നുകൾ എഴുതുവാനായിട്ട് ഇടയാകുന്നു. So when we have no time to study God's word for ourselves or to hear the genuine word of God, then we will listen to people who will give us these things and say that you will be blessed, you hear this, you will get the blessing of this, and tomorrow you will get this car and this house and everything will come to you. Then you'll naturally get attracted to that. അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവവചനം പഠിക്കുവാനായിട്ട് നാം സമയം ചെലവഴിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്നിടത്തു നിന്ന് പഠിക്കുന്നില്ല എങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച് അതിലേക്ക് പോകുവാനായിട്ട് ഇടയുണ്ട്. So always remember 2 Timothy 3 verse 16 and 17. 2 തിമോഥെയോസ് അതിന്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ says all scripture is God breathed and is useful for instruction, for conviction, for correction, for training in righteousness, so that the man and woman of God may be complete, fully equipped for every good work. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യവും ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും ഒരുക്കപ്പെട്ടത് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളതും ആകുന്നു. It's God breathed. ദൈവശ്വാസ്യം എന്നാണ് പറയുന്നത്. In another scripture, it says that men and women of God, inspired by the Holy Spirit, wrote down this word. വേറൊരിടത്ത് നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി എഴുതപ്പെട്ട ദൈവവചനം എന്നാണ്. So this word is God breathed word
that we have with us. ദൈവശ്വാസീയമായിട്ടുള്ള ദൈവവചനം ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. And God has given us this word for our training, for our correction, for our understanding. നമ്മളുടെ ഓരോരുത്തരുടെയും ശാസനത്തിനും തിരുത്തലിനും നമുക്ക് മനസ്സിലാകുന്നതിനും വേണ്ടിയാണ് ഈ ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. I always tell this. If we love someone, we would like to know about that person, know what that person likes and loves. നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ കൂടുതൽ അറിയുവാനും ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുവാനും നാം ശ്രമിക്കും. I can't go and what I like and say that other person. Oh, like if I say that Ivy likes hamburgers, and maybe she might be liking some paneer dish, and I say no, Ivy likes hamburgers and Ivy likes Coca-Cola, and she might be liking oranges. No, she likes it. And then I take some for myself and take some for home, saying no, you like it. Will she be happy? ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അറിയാതെ മറ്റു കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അവർ സന്തോഷമായിട്ടിരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാം. Similarly, if I say that God is like this, I believe God is like that. No, God is like this and like that and like that, and then you start doing that, and you have not taken the efforts to find out from God's word what is God pleased with. Then will God be pleased? അതുപോലെ തന്നെ ദൈവത്തെ ഒട്ടും അറിയാതെ ദൈവത്തിന് ഇപ്രകാരം ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എങ്കിൽ ദൈവത്തിന്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് അല്ലാതെ മറ്റു രീതികളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് സന്തോഷം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാം. Jesus said, if you love me, you will keep my commandments. യേശു പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ അനുസരിക്കും എന്നാണ്. To keep his commandments, we first need to know his commandments. കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ നമുക്ക് ആ കൽപ്പനകൾ എന്താണെന്ന് അറിയണം. And so the counsel of God's word, and then we have the counsel of the Holy Spirit with us. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എന്നുള്ളതും അതിനോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാം. In John 14:26 he says, the Holy Spirit will be with you and he will teach you and he will bring to remembrance all that I have taught you. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:26 വാക്യത്തില് നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നാണ്. The Holy Spirit will bring to remembrance the word of God. പരിശുദ്ധാത്മാവ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തും എന്നാണ് പറയുന്നത്. And that's very important to know. Am I listening to the voice of the Spirit or am I listening to my own thoughts or some other thoughts? Is that it will not contradict the word of God. പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണോ ഞാൻ കേൾക്കുന്നത് അതോ എന്റെ തോന്നലുകളാണോ എന്ന് തിരിച്ചറിയാൻ ഈ ഒരു മാർഗമാണ്. ദൈവവചനത്തിന് എതിരായിട്ടാണോ അല്ലയോ എന്ന് ചിന്തിച്ചാൽ മാത്രമേ. So if someone is saying the Holy Spirit told this and the word of God is saying something totally different, then that person has to be wrong and not the word of God. പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു എന്ന് ഒരു വ്യക്തി പറയുകയും അത് ദൈവവചനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി തെറ്റായിട്ടാണ് പറഞ്ഞത്. കാരണം ദൈവവചനം ഒരിക്കലും തെറ്റായിട്ട് പറയുകയില്ല. Now the word of God might be the harder thing to follow. ദൈവവചനം പിൻപേ പോകാൻ പ്രയാസമായിരിക്കാം. But the Spirit will never, because the word of God is inspired by the Spirit of God. So the Spirit of God will not contradict what he has told somewhere else. ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവവചനവും പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷനും ഒരിക്കലും വിപരീതമായിട്ട് തീരുകയില്ല. But when we are walking by faith in line with the Spirit, the stronger will be the voice of the Spirit that we listen. വിശ്വാസത്തിൽ പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായിരിക്കും കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. But if you disobey God's word, you quench the Spirit, you will start listening to some other voice. എന്നാൽ പരിശുദ്ധാത്മാവിനെ ത്യജിച്ച് ദൈവവചനത്തെ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ നാം മറ്റ് ശബ്ദങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയാകും. So we have the counsel of the word, counsel of the Holy Spirit, and third is we have counsel of believers, fellow believers. മൂന്നാമതായിട്ട് സഹവിശ്വാസികളുടെ ഉപദേശം.
Proverbs 12 verse 15. There are a lot of verses in Proverbs. I'll just take one. The way of the fool is right in his own eyes, but a wise man listens to advice. സദൃശ്യവാക്യം 12-15 വാക്യം, ഭോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനി ആലോചന കേട്ട് അനുസരിക്കുന്നു. A wise man listens to advice. ജ്ഞാനി ആലോചന കേട്ട് അനുസരിക്കുന്നു. That's why in a church we have, if you look at the apostles, we have apostles, you have teachers, you have elders, you have so many people who are there, who are experienced to give advice. അതുകൊണ്ടാണ് സഭയിൽ നോക്കുമ്പോൾ അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്നവരും മുതിർന്നവരും എല്ലാം അനേകരുള്ളത് അവരുടെ ഉപദേശങ്ങളിൽ നമ്മൾ വളരുവാനായിട്ട്. And through all this, we can experience the counsel of Jesus. ഇതിലൂടെ എല്ലാമാണ് നമുക്ക് യേശുവിന്റെ ഉപദേശം അല്ലെങ്കിൽ യേശുവിന്റെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ യേശുവിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. The second thing is mighty God. Jesus is mighty God. He will be called mighty God. Isaiah 9 verse 6. രണ്ടാമത് നമ്മൾ കാണുന്നത് അവൻ വീരനാം ദൈവം എന്നുള്ളതാണ്. People in the other faith, they ask, show me in the Old Testament where Jesus is God. മറ്റു വിശ്വാസത്തിൽ നിന്നുള്ളവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പഴയ നിയമത്തിൽ യേശു ദൈവമാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? You Christians made it up, in John, and you guys made up that Jesus is God. ക്രിസ്ത്യാനികളായ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ലേ യേശു ദൈവമാണ് എന്നുള്ളത് എന്ന് മറ്റു വിശ്വാസത്തിൽ നിന്നുള്ളവർ ചോദിക്കാറുണ്ട്. In addition to Daniel, what we saw in the morning, this is another verse which clearly says he will be called mighty God. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് രാവിലെ കണ്ടു, ഇവിടെയും നമ്മൾ കാണുന്നു യേശു ക്രിസ്തു വീരനാം ദൈവം എന്ന്. Do we acknowledge Jesus as mighty God in our lives? നമ്മളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വീരനായ ദൈവമാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ടോ? And can we truly say that his grace is sufficient for me? അവന്റെ കൃപ എനിക്ക് മതി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും അതിൻ പ്രകാരം നടക്കുവാനും സാധിക്കുന്നുണ്ടോ? In 2 Timothy 3 verse 5, it says in the last days, 2 Timothy chapter 3 is talking about people in the last days. And one of the aspects of people in the last days is they will have, 2 Timothy 3 verse 5, is that they will have a form of godliness but deny its power, deny his power. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്നാണ് 2 തിമോത്തിയോസ് 3:5. And so today, we have lost faith in the power of God to do things. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. We have lost faith that God has the power to change situation, to transform our lives. We have lost faith in that. നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുവാനും നമ്മളുടെ നമുക്കറിയാവുന്ന ജീവിതങ്ങൾ മാറ്റുവാനും ദൈവത്താൽ സാധ്യമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും. Jesus, when he was talking to the Jews, he tells them this important passage. He tells in Mark chapter 12 verse 24. Mark 12:24. മർക്കോസ് എഴുതിയ സുവിശേഷം 12:24 വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു. He says that 2 reasons why you go wrong. 2 കാരണങ്ങളാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് കാരണമായിട്ട് യേശു ക്രിസ്തുവോട് പറയുന്നത്. You do not know the word of God, you do not know the power of God. തിരുവെഴുത്തുകളെ അറിയാത്തതുകൊണ്ടും ദൈവശക്തിയെ അറിയാത്തതുകൊണ്ടും. And you can go to either extreme where one extreme you have no word of God and you're just looking for some experience of power. ഒരു സൈഡിൽ ദൈവവചനം ഒട്ടും അറിയാതെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സൈഡില്. Or you go to the other extreme and say I'll just know the word of God and just intellectually know the word of God and everything, but not apply that power of God in your life. മറ്റേ സൈഡില് ദൈവവചനം വളരെ അധികമായിട്ട് ബൗദ്ധികമായിട്ട് അറിയാം, എന്നാൽ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് വലിയ കാര്യമായ വിശ്വാസമില്ല. അത് വേറെ സൈഡില്. We need to have both. One complements the other. രണ്ടും അത്യാവശ്യമാണ്. തിരുവെഴുത്തുകളും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുമുള്ള അറിവുകൾ രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. The word of God, and to know that God's power is there to apply that word in my life and transform it.
വചനവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തി, ഈ തിരുവചനം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള വിശ്വാസവും അത്യന്താപേക്ഷിതമാണ്. The third thing we experience is everlasting Father. നിത്യപിതാവ് മൂന്നാമത് നമ്മൾ കാണുന്നത്. John 14 verse 18. John 14:18 says that I will not leave you as orphans. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ്. Jesus is saying, I will not leave you as orphans in your situations. The disciples were they were frightened that is Jesus going to leave them now? Will they be alone? But Jesus says, I will not leave you as orphans. കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്നുള്ളതാണ്. അത് ശിഷ്യന്മാർ ഭയത്തോടെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് യേശു അവരെ എല്ലാവരെയും വിട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള അനിശ്ചിതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. When we give Jesus the lordship of our lives, we don't have to be scared that I'm alone. He is our everlasting Father. He has promised He will not leave us orphaned. യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. Maybe some of us have had less than ideal fathers, but our heavenly Father is a perfect Father. നമുക്ക് ചിലർക്കെങ്കിലും ഒരു നല്ല പിതാവ് ഉണ്ടാകുകയില്ലായിരിക്കാം, എന്നാൽ നമ്മുടെ ദൈവം നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പിതാവാണ് എന്ന് നാം ഓർക്കണം. And our earthly fathers, we are all just temporary here, but our Father in heaven is everlasting. ഈ ലോകത്തിലുള്ള പിതാക്കന്മാര് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, എന്നാൽ പിതാവായ ദൈവം നിത്യനായ ദൈവം പിതാവാണ് എന്ന് നമുക്ക് ഓർക്കാം. So we can always rely on Him as our perfect everlasting Father. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൽ നമ്മുടെ ഈ ദൈവമാണ് നമ്മുടെ നിത്യപിതാവ് എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം. And lastly, He is the Prince of Peace. നാലാമതായിട്ട് താൻ സമാധാന പ്രഭു എന്നാണ് പറയുന്നത്. You know, that's always in the angels they announce, peace on earth with whom God is pleased. മലാക്കമാർ വന്ന് പറഞ്ഞത് അതാണ്, ലോകത്തിൽ എല്ലാവർക്കും സമാധാനം എന്നാണ്. Because ever since the fall of mankind, there's been peacelessness has been ruling the earth. മനുഷ്യകുലത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം എപ്പോഴും സമാധാനമില്ലായ്മ മനുഷ്യന്റെ ഒരു ഭാഗമായിരുന്നു. And even today, the tendency is for peacelessness. If we are not intentional maintaining having that peace, it will be peacelessness. നാം തന്നെ തീരുമാനമെടുത്ത് എനിക്ക് സമാധാനം ഉണ്ടാകുമെന്ന് നാം തന്നെ തീരുമാനമെടുത്തില്ല എങ്കിൽ ആ സാഹചര്യം സമാധാനമില്ലായ്മയിലേക്കേ നമ്മളെ നയിക്കത്തുള്ളൂ. Jesus says, "Peace I leave with you." യേശു പറഞ്ഞത് സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ്. So if we lose that peace, we are responsible. Jesus left it with us, but we are the ones responsible for losing that. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ സമാധാനം നമുക്കില്ല എങ്കിൽ നമ്മളാണ് അത് നഷ്ടപ്പെടുത്തിയത് എന്ന് നമുക്ക് ഓർക്കാം. And I'll just close from Philippians chapter 4. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം. Philippians 4 verse 7. The peace of God which surpasses all understanding will guard your hearts and your minds in Christ Jesus. 7-ാമത്തെ വാക്യം ഫിലിപ്പിയർ 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. This is a promise of God. ഇത് ദൈവത്തിന്റെ വലിയൊരു പ്രോമിസ് ആണ്. But that promise starts with and. പക്ഷേ അതിനു മുമ്പ് ആ ഉറപ്പ് തുടങ്ങുന്നത് എന്നാൽ എന്ന പദം കൊണ്ടാണ്. So it says and means there are some conditions before that. അതിന്റെ അർത്ഥം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് ലഭിക്കുന്നത്. It's from verse 4 to 6 we see those conditions. ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ 4 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. It says, rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. Rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. Now that's something that
You come on Sunday morning, worship time, you'll be rejoicing. Then after that, there is no rejoicing at all. സഭയിൽ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ അതിനുശേഷം ഒരു സന്തോഷവും ഇല്ലാത്ത ഒരു അവസ്ഥ. But what Paul is talking about here is a lifestyle of rejoicing. ജീവിതം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. In chapter 3, he writes that same. He starts chapter 3 the same way. Finally, my brothers and sisters, rejoice in the Lord. It is no trouble for me to write the same thing to you again, and it is a safeguard for you. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അത് നിങ്ങൾക്ക് സംരക്ഷണമാകുന്നു എന്നാണ്. Why can't we rejoice? I mean, why can't we get up and say, thank you, Lord, for I was such a wretch, sinful. I mean, not just Sunday morning. Thank you, God, for saving me. Thank you, God, for family. Thank you, God, for food. And there's so many things to rejoice and thank God for, but we'll be focused on the one or two things that are wrong. എപ്പോഴും ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, എന്നെ ആ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനായിട്ട് ഓർത്ത് സ്തോത്രം, എനിക്ക് ലഭിച്ച ആഹാരത്തിനായിട്ട് സ്തോത്രം എന്ന് എപ്പോഴും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ ഈ നന്മകളെ ഓർക്കാതെ, നന്മകളെ കുറിച്ച് ചിന്തിക്കാതെ, തെറ്റായ രീതിയിൽ പോയ കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? Then verse 5, let your gentleness be known to all. Philippians 4 verse 5. 4-ാം അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. Your gentleness, your consideration, let it be known to all. നിങ്ങളുടെ സൗമ്യത, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ആ സ്നേഹം എല്ലാവരും അറിയട്ടെ. And then the next one says, be anxious for nothing. 6-ാമത്തെ വാക്യത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. And the next point is pray about everything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും പ്രാർത്ഥനയോടെ ഇരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. But we are anxious about everything and we pray about nothing. എന്നാൽ നമ്മൾ എപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഒന്നിനെ കുറിച്ചും പ്രാർത്ഥിക്കുന്നില്ല. But if we pray about everything, we'll be anxious about nothing. എന്നാൽ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുകയില്ല. And again it says with thanksgiving. സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക. Jesus, when he prays, he says, thank you, Father. I thank you that you always hear me. He's praying with thankfulness. Thank you, Father. കർത്താവ് യേശുക്രിസ്തു എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പിതാവിനോട് നന്ദിയോടുകൂടിയാണ്. പിതാവെ, എന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടിരിക്കാൻ ഞാൻ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, എപ്പോഴും നന്ദി കരയേറ്റിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. Many of the psalms which David writes also, it's like written in difficult circumstance, but he'll be thanking God in the psalm even before he's got an answer, to the problem. ദാവീദിന്റെ പല സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നു. താൻ വലിയൊരു പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുന്നതിന്റെ ഇടയിൽ പോലും താൻ നന്ദി കരയേറ്റുന്നു, സ്തുതിക്കുന്നു, അതിന് ഉത്തരം കിട്ടുന്നതിന് മുമ്പ് തന്നെ. When we do this, we have that peace which surpasses all understanding. The understanding meaning the situation demands that you should have no peace, but people can't understand it, but you have that peace. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം സാഹചര്യം ഒരു സമാധാനവും നമുക്ക് തരുവാനായിട്ട് സാധ്യതയില്ല, എന്നാൽ അതിന്റെ ഇടയിലും നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Is Jesus the king of our lives today? കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ രാജാവ് ആണോ? Have we given him full control? തനിക്ക് സകല കൺട്രോളും നാം വിട്ടുകൊടുത്തിട്ടുണ്ടോ? When we say not my will, Lord, but yours be done, every situation. എല്ലാ സാഹചര്യത്തിലും എന്റെ ഹിതപ്രകാരമല്ല അങ്ങയുടെ ഹിതപ്രകാരം നടക്കട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? When we do that, we find out that he is a wonderful counselor. അങ്ങനെ ചെയ്യുമ്പോഴാണ് താൻ അത്ഭുത മന്ത്രി. We'll experience that he's a mighty God. അങ്ങനെ ചെയ്യുമ്പോഴാണ് താൻ വീരനാം ദൈവമാണ്, എന്റെ ജീവിതത്തിൽ വീരനാം ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. We'll experience him as a everlasting perfect father who's there for us. നമ്മളുടെ നിത്യ കറപുരളാത്ത നിത്യ പിതാവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. And we'll experience that peace which surpasses all understanding. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമുക്ക് ഓരോരുത്തർക്കും
ലഭിക്കുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കുന്നത് അപ്പോഴാണ്. Yeah, may this, these coming days, this coming year, maybe, surrender ourselves completely, to the will of God, so that we experience Him, we experience His love and power in a greater way. പുതിയ സാഹചര്യത്തിൽ, പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ ഈ സമാധാനം നമുക്ക് മനസ്സിലാക്കുവാനും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ വളരുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകുമാറാണ്. His name be praised. Father God, we thank you for this time that you have given us to sit at your feet and learn from your word. Lord, we thank you that you have been a wonderful counselor for us. You have been a mighty God for us. You have been a perfect Father for us, and you have been the Prince of Peace for us. But have we really applied that into our lives is a question that we need to ask. Father, we thank you for this time. Help us to ponder upon this and help us to be in constant touch with you and constant communication with you, so that we would be like you are. Jesus' name we pray.